ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, ശുദ്ധമുള്ള മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 33-ാമത്തെ വാക്യത്തെ ആധാരമാക്കിയാണ് ഇന്ന് ചിന്തിക്കുന്നത്. ആ വാക്യം ഇപ്രകാരമാണ്: നഗരവാസികളെല്ലാം വാതിൽക്കൽ സമ്മേളിച്ചു. നഗരവാസികളെല്ലാവരും തന്നെ വാതിൽക്കൽ സമ്മേളിച്ചു എന്നാണ് ശുദ്ധമുള്ള മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 33-ാമത്തെ വാക്യം പ്രബോധിപ്പിക്കുന്നത്. പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുന്ന വാതിലാണ് പുതുവത്സര പിറവി എന്ന് പറയുന്നത്. വിശുദ്ധ സത്യ വേദപുസ്തകത്തിൽ 260 പ്രാവശ്യം വാതിൽ എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. പെദാഹ് എന്ന ഹീബ്രു വാക്കും ദൂറ എന്ന ഗ്രീക്ക് വാക്കുമാണ് വാതിലിനായി സത്യ വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിന് ചുറ്റും ഒരു സമൂഹം ആദ്യമായി രൂപപ്പെടുന്നതിനെ പറ്റിയാണ് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 33-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. വാതിലിൻ്റെ ബൈബിളിലെ ആദ്യ പ്രയോഗം തന്നെ ഒരപകട സൂചനയാണ് നൽകുന്നത്. പാപം വാതിൽക്കൽ പതിയിരിക്കുന്ന കാര്യം നീ ഓർക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് വാതിലിനെ കുറിച്ചുള്ള ആദ്യ പ്രബോധനം സത്യ വേദപുസ്തകം നൽകുന്നത്. ഇപ്പോൾ 2026 ഈ ഓർമ്മ മനുഷ്യ മനസ്സിൽ നിത്യേന രൂപപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കാരണം വാതിൽ എന്ന് പറയുന്നത് സഹോദരനോടുള്ള കടമയുടെ നിർവഹണത്തിൻ്റെ തുടക്കത്തിൻ്റെ ഇടമാണ്. വിക്ടർ യൂഗോ എന്ന് പറയുന്ന ലോക പ്രശസ്തനായിരിക്കുന്ന സാഹിത്യകാരൻ, അദ്ദേഹത്തിൻ്റെ ലേ മിസറബിൾ എന്ന് പറയുന്ന നോവൽ പാവങ്ങൾ എന്ന പേരിൽ നാലപ്പാട്ട് ശ്രീനാരായണ മേനോൻ മലയാളത്തിലേക്ക് തർജിമ ചെയ്തു. ആ പാവങ്ങൾ എന്ന് പറയുന്ന വിക്ടർ യൂഗോയുടെ ലോക പ്രശസ്തമായ നോവലിൽ വളരെ ശ്രദ്ധേയമായ, പ്രത്യേകിച്ച് ക്രൈസ്തവ ജീവിതം നയിക്കുന്നവർ ജീവിതത്തിലേക്ക് പകർത്തേണ്ട ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. ഒരു മെത്രാപ്പോലീത്തായുടെ അരമന. മെത്രാപ്പോലീത്തായുടെ അരമനയിൽ നിന്ന് മോഷ്ടിച്ച തിരിക്കാലുകളും വെള്ളി പാത്രങ്ങളുമായി ഇൻസ്പെക്ടർ ഷവർട്ട് ജീനെ അറസ്റ്റ് ചെയ്ത് മെത്രാൻ്റെ മുമ്പിൽ ഹാജരാക്കുകയാണ്. അപ്പോൾ കള്ളനായ ജീനെ രക്ഷിക്കാനായി മെത്രാൻ ഒരു നുണ പറയുകയാണ്. അപ്പോൾ ഒരു മെത്രാപ്പോലീത്ത അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു നുണ പറഞ്ഞതായിട്ട് ഈ ഗ്രന്ഥകർത്താവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ മെത്രാപ്പോലീത്ത ഈ മോഷ്ടാവിനെ രക്ഷിക്കാൻ വേണ്ടി ഒരു നുണ പറഞ്ഞു. ഇൻസ്പെക്ടറോട് മെത്രാച്ചൻ പറഞ്ഞതെങ്ങനെയാണ്: ഞാനത് അവന് ഉപഹാരമായി നൽകിയതാണ്. അപ്പോൾ അവൻ്റെ പൂർവ്വ ചരിത്രം അറിയാത്തത് കൊണ്ടാണ് മെത്രാൻ പറഞ്ഞതെന്ന് കരുതി ഇൻസ്പെക്ടർ അല്പം രോഷത്തോടെ ചോദിക്കുന്നു, ഇവൻ ആരാണെന്ന് അങ്ങേക്ക് അറിയാമോ? ഉടനെ മെത്രാൻ മറുപടി പറഞ്ഞത് ഇപ്രകാരമാണ്: അവൻ എൻ്റെ സഹോദരനാണ്. അപ്പോൾ മെത്രാപ്പോലീത്തായുടെ അരമനയിൽ നിന്ന് മോഷ്ടിച്ച തിരിക്കാലുകളും വെള്ളിപ്പാത്രങ്ങളുമായി പോലീസ് ഇൻസ്പെക്ടർ അറസ്റ്റ് ചെയ്ത് മെത്രാച്ചൻ്റെ മുമ്പിൽ ഹാജരാക്കിയ കള്ളനെ രക്ഷിക്കുന്നതിന് വേണ്ടി മെത്രാച്ചൻ പറഞ്ഞ നുണയാണ്: അവൻ എൻ്റെ സഹോദരനാണ്. ഈ തിരിക്കാലുകളും വെള്ളിപ്പാത്രങ്ങളും എല്ലാം അവന് ഞാൻ കൊടുത്തതായിരുന്നു. കർത്താവിനാൽ സ്നേഹിക്കപ്പെട്ടവരെ, പുതുവത്സര പുലരിയിലേക്ക് ഞാനും നിങ്ങളുമൊക്കെ
വളരെ പ്രത്യാശയോടെ പ്രതീക്ഷയോടുകൂടി കാലെടുത്ത് വയ്ക്കുവാൻ ഒരുങ്ങി നിൽക്കുകയാണ്. അപ്പോൾ പുതുവർഷ പുലരി എന്ന് പറയുന്നത് ഒരു വാതിലാണ്. നവവധു വരൻ്റെ ഭവനത്തിലേക്ക് ആദ്യമായി പ്രവേശിക്കുന്നത് പോലെ ഒത്തിരി പ്രതീക്ഷകളോടെ ഒത്തിരി പ്രത്യാശയോടുകൂടി 2026 നമുക്ക് പ്രവേശിക്കാം. ആയതിന് വാതിലുകളുടെ വാതിലായ ക്രിസ്തു എന്നെയും നിങ്ങളെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. സർവോപരി പുതുവത്സരത്തിൻ്റെ നവവത്സര ആശംസകൾ ഹൃദയത്തിൻ്റെ ഭാഷയിൽ എല്ലാവർക്കും നേർന്നുകൊണ്ട് നിർത്തുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.